അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണിൽ OTP ചോദിച്ച് ഫോൺ കോളുകൾ വരാറുണ്ടോ? അത് നിങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. വെർച്വൽ അറസ്റ്റും ഹാക്കിങ്ങും സുലഭമായ കാലമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടുവയെ കിടുവ പിടിച്ചു എന്ന് കേട്ടിട്ടില്ലേ? വാട്സപ്പ് തട്ടിപ്പിനിറങ്ങിയ സംഘം ചെന്നുപെട്ടത് അതിനേക്കാൾ വലിയ കടുവയുടെ മുന്നിൽ. നമ്മുടെ റിപ്പോർട്ടർ ലേബി സജീന്ദ്രനെ പറ്റിക്കാൻ ചിലർ ഒരു ശ്രമം നടത്തി. ലേബി സജീന്ദ്രൻ വിട്ടുകൊടുക്കൂ. നമ്മുടെ ലേബി സജീന്ദ്രൻ അത് വാർത്തയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വാട്സപ്പ് കോളും ഫേക്ക് തട്ടിപ്പുകളുമെല്ലാം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ലേബി സ്വന്തം അനുഭവത്തിലൂടെ പ്രേക്ഷകരോട് വിശദീകരിക്കും. പലപ്പോഴും ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രായമേറിയ ആളുകളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വലിയ പരിഭ്രാന്തിയാണ് ആദ്യം. അതിനുശേഷം അവരുടെ വിശ്വാസ്യത പലരും ആർജിച്ചെടുക്കും. നിങ്ങളുടെ വാട്സപ്പ് തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സംഘങ്ങളുണ്ട്. നിങ്ങളുടെ വാട്സപ്പിലേക്ക് OTP ചോദിച്ചു വരുന്ന വിഷയങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ SMS-കൾ അതൊക്കെ നിങ്ങളുടെ നിഷ്കളങ്കത കാരണം എടുത്ത് അതേപടി എടുത്തങ്ങ് വിതരണം ചെയ്ത് കളയരുത്. തീർച്ചയായിട്ടും അത് വളരെ സങ്കീർണമാണ്. തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ്റെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ലേബി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ തട്ടിപ്പ് ഏത് തരത്തിലാണ് ലേബി നേരിടേണ്ടി വന്നത്? അത് തട്ടിപ്പാണെന്ന് എപ്പോഴാണ് ലേബിക്ക് മനസ്സിലായത്? ഡോക്ടർ അരുൺകുമാർ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള കൊച്ചി ബ്യൂറോ ഓഫീസ് അടിക്കുമ്പോൾ വൈകിട്ട് വാട്സാപ്പിൽ എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ നമ്മൾക്ക് റിപ്പോർട്ടേഴ്സിന് നിരന്തരമായി വാട്സാപ്പിലും അല്ലാതെയും ഒക്കെ കോളുകൾ വരുന്നത് കൊണ്ട് നമ്മൾ സംശയമില്ലാതെ തന്നെ കോൾ എടുക്കുന്നു. കോൾ എടുക്കുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്നോട് VP സജീന്ദ്രന്റെ വൈഫല്ലേ എന്ന് ആദ്യ ചോദ്യം. ഞാൻ അതേന്ന് ചോദിക്കുമ്പോൾ ലേബി സജീന്ദ്രൻ എന്നല്ലേ നിങ്ങളുടെ പേരെന്ന് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, നിങ്ങളുടെ മകന്റെ പേര് നിരഞ്ജൻ എന്നല്ലേ? അപ്പോൾ ഉടനെ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഡൽഹി NIA ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു ഓഫീസറുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കൂ, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾ തിരിച്ചു പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ തന്നെ സംസാരം തുടരുകയാണ്. ഞാൻ വേഗം, അപ്പോൾ പിന്നീട് അയാൾ സംസാരം തുടരുകയാണ്. എൻ്റെ മകൻ വിദേശത്തല്ലേ പഠിക്കുന്നത്, മകന്റെ കാര്യങ്ങൾ പിന്നെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മകനെക്കുറിച്ച് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. മകൻ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആ കോള് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ കോള് കട്ട് ചെയ്തത്. അപ്പോൾ അതായത് ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഒരു വാട്സാപ്പിലൂടെ ഒരു NIA ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരാളെ വിളിച്ചിട്ട് ഇത്തരത്തിൽ സംസാരിക്കില്ല എന്ന് സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും ഒരു NIA ഓഫീസർ ഇംഗ്ലീഷ് അറിയാതിരിക്കില്ല. അത് ആ 2 യുക്തിയും വെച്ച് ഞാൻ ആ കോള് കട്ട് ചെയ്തു. ഞാൻ ഉടനെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അത് ഫേക്ക് കോളാണ്, അത് ബ്ലോക്ക് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. ഞാനത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും എൻ്റെ ഒരു മനസ്സിലെ ആശങ്ക, എൻ്റെ മകൻ നമ്മളുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഐഡന്റിറ്റി എല്ലാം പുറത്തേക്ക് പോകുക, അത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, കുട്ടികൾ എവിടെ, ഈ കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുക എന്നൊരു ആശങ്ക വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ നമ്പർ തിരിച്ചെടുത്ത് ട്രൂ കോളറിലിട്ട് നോക്കിയപ്പോൾ ഈ നമ്പർ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ വാട്സാപ്പ് DP ആകട്ടെ ഒരു ഹയർ ഒഫീഷ്യലിന്റെ, അതായത് സ്ഥാന ചിഹ്നങ്ങളൊക്കെയുള്ള വലിയൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ DP ആണ് ഇട്ടിരിക്കുന്നത്, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക്. എന്നിട്ടും എനിക്കൊരു സമാധാനം വരാത്തത് കൊണ്ട് ഞാൻ എറണാകുളം ACP രാജ്കുമാറിനെ ഈ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഫേക്ക് കോളാണ്, ഇപ്പൊ നിരന്തരമായി ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ ആളുകൾക്ക് സാമാന്യ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾക്കത് മനസ്സിലാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷെ പരിഭ്രമിച്ചു പോകും. അങ്ങനെയുള്ളവരാണ് പെട്ടെന്ന് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാവുക, തട്ടിപ്പിലേക്ക് പോവുക. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിലും നമ്മളുടെ ഐഡന്റിറ്റിയൊക്കെ നമ്മൾ ഏതെങ്കിലും പൊതുവിടത്തിൽ നിന്ന് അറിയാം എന്ന് വിചാരിക്കാം, നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ഒരാൾ അറിയുക എന്നുള്ളത് വളരെ അപകടകരമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ സൈബർ ഇടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും സുരക്ഷിതരല്ല. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നമ്മുടെ എല്ലാ വിശദാംശങ്ങളും അറിയുന്നവരുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരിക, അവരുടെ ഒരു ഐഡന്റിറ്റിക്ക് അവരുടെ ഒരു സ്വകാര്യതയ്ക്ക് ഉറപ്പില്ലാതിരിക്കുക എന്നുള്ളത് അപകടകരമായ കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ട് പോയാലും കാര്യമായി ഒരിടത്തും ചെന്നിത് എത്തില്ല, നിയമപരമായി കാര്യമായി ഒന്നും ഇതിനകത്ത് ചെയ്യാനുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ വഴിക്ക് പോകാതിരുന്നത്. ആ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ആഴ്ചയാണ് അൻവർ സാദത്ത് MLA-യുടെ ഭാര്യയ്ക്ക് സമാനമായ രീതിയിൽ കോൾ വരുന്നത്. അവരുടെ കുട്ടി പഠിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അൻവർ സാദത്ത് MLA-യുടെ ഭാര്യ പെട്ടെന്ന് പരിഭ്രമിക്കുന്നു. അത് ഏതോ ലഹരി കേസിൽ പിടിയിലായി ജയിലിൽ പോലീസ് കേസ് വന്നു, അതിൽ നിന്ന് രക്ഷിക്കാൻ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ഉടനെ തന്നെ അൻവർ സാദത്ത് കേട്ടപ്പോൾ ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നു. എങ്കിലും അദ്ദേഹം മോളെ വിളിച്ചപ്പോൾ മോൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയാണ്. അൻവർ സാദത്ത് ഉടനെ തന്നെ ആലുവ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തു. നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കിയതുമാണ്. പക്ഷേ ഇന്നലെയും അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു ചുവട് പോലും കേരള പോലീസ് വച്ചിട്ടില്ല, ഒരു മറുപടിയും ഒരു MLA ആയിട്ട് പോലും അൻവർ സാദത്തിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിരുന്നെങ്കിലും എന്റെ അനുഭവം ഇത് തന്നെയാകുമായിരുന്നു. എങ്കിലും ഡോക്ടർ അരുൺ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്നോട് എറണാകുളം ACP പറഞ്ഞത് നിങ്ങൾ പൊതുവിടത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട്, നമ്മളൊക്കെ സൈബർ ഇടത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് നമ്മളുടെ മക്കളുടെയൊക്കെ വിശദാംശങ്ങൾ ഈ പാകിസ്ഥാനിലിരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശങ്ക, എന്റെ മകൻ വിദേശത്തേക്ക് അവന് സ്കോളർഷിപ്പ് കിട്ടി പോയതാണ്. ആ സമയത്ത് എന്റെ ഭർത്താവ് മലയാളത്തിൽ ഒരു FB പോസ്റ്റ് അവൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടതല്ലാതെ അതിനുശേഷം അവനെ സംബന്ധിക്കുന്ന ഒരു കാര്യവും ഞാൻ ഏതെങ്കിലും ഒരു പൊതുവിടത്തിൽ ഒരു സൈബർ ഇടത്തിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു FB പോസ്റ്റ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടാണ് എന്റെ മകൻ പോയ രാജ്യവും മകനെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർ മനസ്സിലാക്കിയതെങ്കിൽ മലയാളത്തിൽ എങ്ങനെ അവർ മനസ്സിലാക്കിയതെന്നുള്ളൊരു ആശങ്കയും എനിക്ക് വന്നു. സ്വാഭാവികമായും ഈ സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത ദിവസം എന്റെ മറ്റൊരു സുഹൃത്ത് തിരുവാങ്കുളത്തുള്ള അവരൊരു അധ്യാപികയാണ് നിമ്മി, അവരുടെ ഹസ്ബൻഡ് ജോണി വർഗീസ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ് ഇതുപോലെ തന്നെ അവരുടെ മകളെ കുറിച്ച്. അപ്പോൾ നമ്മളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളുടെ മക്കളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇതൊന്നും നമ്മൾ ഒരിടത്തും നമ്മളൊന്നും ഇതൊന്നും പുറത്തേക്ക് പറയുന്നവരല്ല, എന്നിട്ട് പോലും നമ്മളുടെ മക്കൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ആശങ്കയാണ് ആ സമയത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ ലേബി, ഒരു നിമിഷം തുടരുക. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പ്രവീൺ. അദ്ദേഹത്തിന് സമാനമായ അനുഭവമാണ്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രവീൺ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് അരുൺ. ഹൗ ആർ യു? യാ ഫൈൻ, ഡൂയിങ് വെൽ. പ്രവീൺ, എന്താണ് അവസ്ഥ? ഇങ്ങനെ വല്ല കോളും വന്നോ? ഇഷ്ടം പോലെ കോൾസ്. നമ്മുടെ നമ്പേഴ്സ് എല്ലാം ഇപ്പൊ സേഫ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പല രീതിയിലുള്ള സ്പാം കോൾസ് ഡെയിലി ബേസിസ് എല്ലാവർക്കും വരുന്നുണ്ട്. അതിലിപ്പോ ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റിൽ നമുക്കിതിങ്ങനെ പലപ്പോഴും തട്ടിപ്പ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അവര് എന്ത് ചോദിച്ചാ വിളിക്കുന്ന പ്രവീൺ? അവര് വിളിക്കുന്ന ഇപ്പൊ പല ടെക്നോളജി വൈസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവരുടെ കോൾസ് വരുന്നത്. പലപ്പോഴും വരുന്നത് ഒരു കോൾ വരും, നമുക്കതിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺസൈൻമെന്റ് ബ്ലോക്ക് ആയി, നിങ്ങൾ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി പല രീതിയിലും ആമസോൺ അങ്ങനെയുള്ള ഇതിലൊക്കെ ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ കോൾസ് വരുമ്പോൾ നമുക്ക് അറിയുന്നില്ല. ഇത് വരുമ്പോൾ നമ്മൾ ഏത് കൺസൈൻമെന്റ് ആണ് ബ്ലോക്ക് ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിപ്ലൈ 1 or 2 കൊടുക്കും. കൊടുത്ത ഉടനെ ഇവര് കോൾസ് നേരെ ഫോർവേഡ് ആകും. പിന്നെ നെൽക്കോട്ടിസിൽ നിന്ന് വിളിക്കുന്നു പറയും. അല്ലെങ്കിൽ പല രീതിയിലുള്ള അതെ, നമ്മള് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാനും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെല്ലില് 3-4 കംപ്ലൈന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്തും അവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേസസ് വരുന്നുണ്ട്. അപ്പൊ ആ പോയി കംപ്ലൈന്റ് കൊടുക്കുന്ന ദിവസം തന്നെ 4-5 കേസസ് വരികയും അവർക്ക് 20,000-30,000 രൂപ വെച്ചിട്ട് ചെലവാകുകയും ചെയ്തിട്ടുണ്ട്. അതെ അതെ, ശരിയാണ്. പ്രവീൺ പറഞ്ഞതുപോലെ പ്രവീൺ ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പം പ്രേക്ഷകർ ശ്രദ്ധിക്കുക, പ്രവീണിനെ പോലെ നിരവധി ആളുകൾക്കാണ് ഇത്തരം ഫേക്ക് കോളുകൾ വന്നത്. താങ്ക് യു പ്രവീൺ, അലേർട്ട് ചെയ്തതിന്. എല്ലാവരും ഒന്ന് കരുതലോടുകൂടി ഇരിക്കുക. പ്രവീണിനെ പോലുള്ള ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ സാധാരണക്കാരുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ലഹരി കേസിൽ കുടുങ്ങിക്കിടക്കുന്നു, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പാഴ്സൽ ഇതാ ധാക്കയിൽ പിടിച്ചു വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും. ഐ ആം ഫ്രം NIA. ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുമ്പം ഇംഗ്ലീഷ് മാലു നെഹി എന്നായിരിക്കും NIA ഉദ്യോഗസ്ഥൻ പറയുക. പക്ഷേ എന്നാൽ പോലും നിങ്ങളെ വിശ്വസിപ്പിച്ച് കളയും. യൂണിഫോമൊക്കെ ഇട്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥൻ ഇരിക്കുക. പാലക്കാട് നിന്ന് ഒരു സന്തോഷം നമുക്ക് പങ്കുചേരുന്നു. സന്തോഷ്, വെരി ഗുഡ് മോർണിംഗ്. സന്തോഷ്, സന്തോഷിൻ്റെ ഫോൺ കട്ടായി. നിരവധി ആളുകളാണ് നമ്മുടെ ടെലിഫോൺ ലൈനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിന് സുരക്ഷിതരല്ല എന്ന ചോദ്യമാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ലേബിക്ക് വന്ന മെസ്സേജ് പോലെ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാഴ്സൽ, നിങ്ങൾ ഓർഡർ ചെയ്ത ഏതെങ്കിലും ഒരു സാധനം എന്ന പേരിലൊക്കെ കേസുകളുണ്ട് എന്ന പേരിൽ ഓൺലൈനായി നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന ടെലിഫോൺ കോളുകൾ അപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. അത് ബ്ലോക്ക്
ബ്ലോക്ക് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. പരാതി കൊടുത്താലും കാര്യമായിട്ട് ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എങ്കിലും നിങ്ങളൊരു പരാതി ഇമെയിലായിട്ട് സൈബർ സെല്ലിലേക്ക് അയച്ചിട്ടേക്കുക. കാരണം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് പുറത്തിരുന്നിട്ടുള്ളവരും ആവാം. ഇപ്പോൾ കംബോഡിയയിലേക്ക് ഇതിനു വേണ്ടി ഒരു മാഫിയ സംഘടനയുണ്ട്. മലയാളം അറിയുന്നവരെ വേണ്ടി മാത്രം റിക്രൂട്ട് ചെയ്യുന്ന ചില ഏജൻസികൾ കംബോഡിയയിലുണ്ടത്രേ. ഇത്തരം സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് മലയാളികളെ വിളിക്കുന്നത്. ചിലപ്പോൾ മലയാള ഭാഷയിലും സംസാരിക്കും. ഇപ്പോൾ വേണുഗോപാൽ കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേണുഗോപാൽ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം ശ്രീ വേണുഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫൈൻ. ഇങ്ങനെ വല്ല കോളും കിട്ടിയോ? കോള് കിട്ടിയല്ലോ. ഞാൻ റിട്ടയർഡ് ബാങ്കറാണ്. അതുകൊണ്ട് ഐ എം വെരി വെരി പർട്ടിക്കുലർ ദാറ്റ് ഐ വിൽ നോട്ട് റെസ്പോണ്ട് ടു ദാറ്റ്. എന്തു പറഞ്ഞാ വിളിച്ചത് ശ്രീ വേണുഗോപാൽ? നിങ്ങളുടെ ഒരു കൺസൈൻമെന്റ് പൂനെയില് കിടക്കുന്നു. അതിനകത്ത് എന്തോ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് വന്നത്. NIA എന്നാണോ പറഞ്ഞത്, അതോ ഡൽഹി പോലീസിനോ? ഡൽഹി പോലീസ് അല്ല, കസ്റ്റംസ്. ഓ അത് ശരി. അങ്ങ് ഉടനെ എന്താ ചെയ്തത്? ഞാന് അതങ്ങനെ കിടന്നോട്ടെ, ഐ ടേക്ക് കെയർ എന്ന് പറഞ്ഞു. ഓക്കെ. ഇതിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു? നമ്പർ ബ്ലോക്ക് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾഡ് നമ്മുടെ സൈബർ പോലീസിനെ വിളിച്ചു. അന്നേരം അവരൊരു ഇതില് അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ഇന്റർനാഷണൽ കോൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈയിടെ പിന്നെ നേപ്പാളിൽ നിന്ന് 2 കോൾ വന്നു. എന്താ പറഞ്ഞത്? അതും ഇങ്ങനെ തന്നെ. ഇത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. ബാങ്ക് മാനേജർ ആയിരുന്നു അല്ലേ? അതെ. ഈ തമാശയുള്ള കാര്യം, അടുത്ത കാലത്ത് ഒരു ബാങ്ക് മാനേജർ, എനിക്കൊന്നൊരു സീനിയർ ബാങ്ക് മാനേജർ, റിട്ടയർഡ് മാനേജറാണ്, ഇതിൽ കുടുങ്ങി പൈസ കൊണ്ട് കൊടുത്തു. അതാണ് പ്രശ്നം. നമുക്കറിയണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, നമ്മളൊന്ന് ഓർക്കണ്ടേ. ഐ എം 78. കറക്റ്റ് സർ, പ്ലീസ് ഹോൾഡ് ഓൺ. നമുക്കൊപ്പം ഹരിശങ്കർ IPS ചേരുന്നുണ്ട്, സൈബർ ഓപ്പറേഷൻ SP ആണ്. ശ്രീ ഹരിശങ്കർ, വെരി ഗുഡ് മോർണിംഗ് ശ്രീ ഹരിശങ്കർ. ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീ ഹരിശങ്കർ. കേൾക്കുന്നുണ്ടോ? ശ്രീ ഹരിശങ്കർ, അങ്ങേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ശ്രീ ഹരിശങ്കർ സൈബർ ഓപ്പറേഷൻ SP ആണ്, നമുക്കൊപ്പം ചേരും അല്പസമയത്തുള്ളൂ. ഞാനൊന്ന് വിനോദിലേക്ക് പോയി വരാം. വിനോദ്, താങ്ക് യു. ശ്രീ വിനോദിലേക്കൊന്ന് പോവാം. വിനോദ് നമുക്കൊപ്പം ചേരുന്ന പാലക്കാട് നിന്നാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. വിനോദ് നമസ്കാരം. ഗുഡ് മോർണിംഗ് അരുൺ സാറേ. എനിക്ക് കൃത്യം 1 മാസം മുമ്പ് ഇതേമാതിരി ഒരു കാൾ വന്നിരുന്നു. അപ്പോ നിങ്ങളൊരു നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ടുള്ള ഒരു നമ്പറിൽ ഡൽഹിയിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ പരിശോധിക്കുമ്പോ അത് കുറെ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ട് ഈ നമ്പർ വെച്ചിട്ട്. ഹലോ, കേൾക്കാം. ഈ നമ്പർ വെച്ചിട്ട് കാനറ ബാങ്ക് ഡൽഹിയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അവിടെ വളരെ കൂടുതൽ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾ ഡൽഹി CBIന്റെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു. ഹിന്ദിയിലാണോ അതോ ഇംഗ്ലീഷിലോ? അല്ല, ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പൊ അത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോ ഒരു വാട്സപ്പ് കാളിൽ വരെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വാട്സപ്പ് കാളിൽ വന്നു. വാട്സപ്പ് കാണുമ്പോ അത് യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എന്റെ കൃത്യമായ ആധാർ നമ്പറും ഇതെല്ലാം അവർക്ക് അറിയുന്നുണ്ട്. അത് പറഞ്ഞു, ഞാനൊരു പാലക്കാട് വിസ്മയ ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് വിസ്മയ ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണല്ലേ. അപ്പോ കുറെ സാമ്പത്തിക ഇടപാട് 341 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുള്ള ഒരു കണ്ണിയാണ് നിങ്ങള്. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത് ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. തുടരെ വിളിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, സാറെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ പാലക്കാട് സൗത്ത് സ്റ്റേഷനാണ്, അവിടേക്ക് പറഞ്ഞാൽ മതി. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് എന്നെ വന്ന് നേരിട്ട് ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ കേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഈ നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്യും, 1 രൂപ പോലും എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനുള്ള ഭവിഷ്യത്ത് പൈസ ചോദിച്ചിരുന്നു. ഒഴിവാക്കണമെങ്കിൽ പൈസ തന്നാ മതി എന്ന് പറഞ്ഞിരുന്നു. പൈസ തന്നാ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് ഫണ്ട് ചെലവാക്കുകയാണെങ്കിൽ പാലക്കാട് നിന്ന് ഡൽഹിയിലൊന്നും വരേണ്ട കാര്യമില്ല, ഇത് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റും.
എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റിൽ ചെയ്യാൻ ഒരു കാര്യം യൂണിഫോം ഒക്കെ ഇട്ട് ഒരാളാണോ വരുന്നത് അല്ലേ വാട്സപ്പ് കോൾ? അതെ അതെ സാർക്ക് വേണമെങ്കിൽ ഞാൻ ആ ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് നമുക്ക് കാണിക്കാം, നാട്ടുകാർ കണ്ടോട്ടെ. ഇവരൊന്നും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പലരും കംബോഡിയയിലൊക്കെ ഇരുന്നാണ് ഈ കോൾ ചെയ്യുന്നത്. സൗത്ത് സ്റ്റേഷനിൽ പോയി സാറേ, സൗത്ത് സ്റ്റേഷനിൽ പോയപ്പോ അവര് പറഞ്ഞു ഇതുമായിട്ട് 1-2 കേസൊക്കെ ഉണ്ട് വിനോദ്, നീ ഇതിന്റെ പിന്നാലെ നടക്കൊന്നും വേണ്ട. എന്തായാലും ഈ നമ്പറൊക്കെ താന്ന് വന്ന് അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇത് കേസൊന്നും എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ നേരത്തെ ഹരിശങ്കർ SP യുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. കാര്യം കേസെടുത്താൽ ഇതെങ്ങും പോവില്ല. ഇത്തരം കോളുകൾ വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക, നമ്മൾ അലേർട്ടായിരിക്കുക, ഒരു കാരണവശാലും അതിനെ തലവെച്ച് കൊടുക്കാതിരിക്കുക, നമ്മൾ ഡീറ്റെയിൽസ് പറയാതിരിക്കുക. ഒരു കാരണവശാലും വാട്സാപ്പ് കോളുകളോട് നിങ്ങൾ ഡീറ്റെയിൽസ് പറയരുത്, OTP കൊടുക്കരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് നടപടി. വിനോദ് ധൈര്യപൂർവ്വം നേരിട്ടതൊരു മാതൃകയാണ്. എനിക്കൊന്ന് വിനോദ് ചെയ്യുന്നത് പോലെ, നേരത്തെ ഒരു ജനറൽ മാനേജർ സംസാരിച്ചതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാര്യം പലരും സാധുക്കളാണല്ലോ. ഇവരൊക്കെ 60-40 ഒക്കെ വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് മക്കൾ അറസ്റ്റിലാണ്, നിങ്ങളുടെ കൺസൈൻമെന്റിനകത്ത് ലഹരി വസ്തു ഉണ്ടെന്നൊക്കെ കേട്ടാൽ ഈ പ്രായമുള്ള കാലത്ത് കേസ് പോവോ എന്നൊക്കെ ഭയന്നിരിക്കുന്നുണ്ടാവും. നമുക്കൊപ്പം ഹരിശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈബർ ഓപ്പറേഷൻ SP ആണ് ശ്രീ ഹരിശങ്കർ. ശ്രീ ഹരിശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. കേൾക്കാമോ ശ്രീ ഹരിശങ്കർ? എന്നെ കേൾക്കുന്നുണ്ടോ അങ്ങ്? പറഞ്ഞോളൂ. ഓക്കെ. നമ്മളിപ്പോൾ കുറേ അധികം കോളുകൾ വരുന്നുണ്ട് പ്രേക്ഷകരുടെയും എല്ലാം. അപ്പോൾ അതിലൊരു സംശയമുള്ളത്, ഈ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറം നമുക്ക് ഇവരെ എങ്ങനെ ഒന്ന് അവെയറാക്കി എടുക്കാൻ പറ്റും? കാര്യം ഈ 55-60 വയസ്സൊക്കെയുള്ള ആളുകൾ, വളരെ സാധുക്കളായ ആളുകൾ വാട്സപ്പ് കോൾ വന്ന് ഭയന്നിരിക്കുന്നുണ്ട് പലരും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സൈബർ ഹെൽപ്പ് ലൈൻ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫ്രോഡ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ ചോദിക്കാൻ, എൻക്വയറീസ് ചോദിക്കാൻ, അതോടൊപ്പം തന്നെ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനും 24/7 നമുക്ക് 1930 എന്ന് പറയുന്ന സൈബർ ഹെൽപ്പ് ലൈൻ. ഞാൻ ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ, 1930 അല്ലേ? അതെ. ഓക്കെ, തുടർന്നോളൂ. അപ്പോ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ഒരു പുതിയ ഡിവിഷനാണ്. 2024 സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ നമുക്ക് ഈ 1930 എന്നുള്ള സിസ്റ്റം 24 hours പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത്തരം വിഷയങ്ങൾ നമുക്ക് വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കോൾ വന്നു, ലഹരി വസ്തു കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു, അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ജെനുവിനാണോ അല്ലയോ എന്നുള്ളത് അപ്പൊ തന്നെ ആ കോൾ കട്ട് ചെയ്തിട്ട് 1930 വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അപ്പൊ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരം കൊടുക്കാനും അത് ശരിയല്ല എന്നുള്ള വിവരങ്ങൾ പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ എപ്പോഴും ഏത് സമയത്തും 24/7 കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണത്. ദാറ്റ് ഇസ് നോട്ട് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ഫ്രോഡ്, പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എൻക്വയറീസ് ചോദിക്കുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സംശയമുള്ളത് ശ്രീ ഹരിശങ്കർ, ഇത്തരം കേസുകളിൽ നമുക്ക് അന്വേഷണത്തിനൊരു പരിമിതി ഉണ്ടല്ലേ? കാര്യം ഇവർ പലപ്പോഴും രാജ്യാന്തര നെറ്റ്വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ടാണോ? സൈബർ ഫ്രോഡ്സിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഭൂരിഭാഗം സൈബർ കുറ്റകൃത്യങ്ങളുടെ ആസ്ഥാനം വിദേശ രാജ്യങ്ങളിലാണ്. അതില് നമുക്ക് സാങ്കേതികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ പല സെക്ടേഴ്സിലും വരേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്റെ വാട്സാപ്പ് നമ്പർ, എന്റെ നമ്പറിൽ നിന്നും ഒരാൾക്ക് വാട്സാപ്പ് കംബോഡിയയിലോ തായ്ലൻഡിലോ ഇരുന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. എന്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്തിരിക്കുമ്പോഴും തായ്ലൻഡിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആക്റ്റീവ് ആക്കാൻ കഴിയും. ഞാൻ OTP ഷെയർ ചെയ്താൽ മതി. അപ്പോ ആളുടെ ലൊക്കേഷൻ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ തന്നെ അതേ നമ്പറിൽ വിദേശ രാജ്യത്ത് നിന്ന് വാട്സാപ്പ് വിളിക്കാൻ കഴിയും. ഇത് സാധാരണഗതിയിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. അപ്പൊ അത്തരം ഒരുപാട് സാങ്കേതികരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോ പണ്ടുകാലം നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കാലം പോലെ ജംതാരയിലോ സൂരത്തിലോ ഒതുങ്ങി നിൽക്കുന്ന അല്ല ഇപ്പോഴത്തെ സൈബർ ക്രൈംസിന്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലാംഗ്വേജ് ബേസിസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന ആളുകൾ ഭൂരിഭാഗം പേരും ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാണ്. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ഇത്തരം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരം ഒരുപാട് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിനകത്ത് അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ഇഷ്യൂ ഈ ട്രാൻസ്നാഷണൽ ബൗണ്ടറീസും നമ്മളെ MLAT ഇഷ്യൂസും കൺട്രീസ് തമ്മിലുള്ള സഹകരണവും അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. ശ്രീ ഹരിശങ്കറിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും കൗതുകകരമായ കേസ് എന്തെങ്കിലും ഉണ്ടോ ഇതേപോലെ ആളുകളൊന്ന് കരുതിയിരിക്കാൻ? കേരളത്തില് ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്നത് 3 തരത്തിലുള്ള കേസുകളാണ്. ഡിജിറ്റൽ അറസ്റ്റ്. മാധ്യമങ്ങൾ തന്നെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ് ഒക്കെ തന്നെ വളരെ കാര്യമായിട്ട് അത് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഒരു അന്വേഷണ ഏജൻസിയും വെർച്വൽ അറസ്റ്റ് ചെയ്യില്ല,
ഒരു അന്വേഷണ ഏജൻസിയും ഒരാളെ വെർച്വൽ അറസ്റ്റിലാക്കിക്കൊണ്ട് പണം ആവശ്യപ്പെടില്ല. ഏത് അന്വേഷണ ഏജൻസിക്കും ഇന്ത്യയിലെ ഏത് ബാങ്ക് മരവിപ്പിക്കുവാനും അവരുടെ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യാനുള്ള അധികാരമുള്ളപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ. വരുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ്സ് ആണ്. സാധാരണഗതിയിൽ സർപ്ലസ് ഇൻകം ഉള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ്സ് വിടുന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആളുകൾ വിളിച്ച് നമ്മളെ വ്യാജ വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യിച്ച് വലിയ തുക നിക്ഷേപങ്ങൾ നടത്തിക്കുന്നു. ഇരട്ടി തുക കിട്ടുമെന്നുള്ള വാഗ്ദാനത്തിലാണ് നടത്തുന്നത്. അത് കിട്ടി എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് റിട്ടേൺസ് വെബ്സൈറ്റിൽ കാണിക്കുകയും ചെയ്യും. എന്നാൽ അതൊന്നും വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരം രണ്ട് തരത്തിലുള്ള ഫ്രോഡുകൾ മോസ്റ്റ് കോമൺ ആയിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മൂന്നാമതായി പറഞ്ഞാൽ OTP ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം വാട്സാപ്പിലൊക്കെ വരുന്ന OTPs നമുക്ക് ചോദിക്കും. നമ്മുടെ വാട്സാപ്പിന്റെ നമുക്ക് വരുന്ന OTP നമ്മൾ ഷെയർ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ വാട്സാപ്പ് മൊത്തമായിട്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത്തരം തരത്തിലുള്ള ക്രൈംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കാരണവശാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ iOSലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കൗതുകകരമായിട്ടുള്ളതും ഉപയോഗപ്രദമായിട്ടുള്ളതും. അതിൽ നമ്മുടെ തൽക്കാലം നമ്മുടെ എന്റർടൈൻമെന്റ് അതിൽ ലിമിറ്റ് ചെയ്യുകയും ഈ വാട്സാപ്പ്, ടെലിഗ്രാം ഒക്കെ വഴി വരുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അതൊക്കെ തന്നെ നമ്മുടെ ഫോണിന്റെ കൺട്രോൾ മറ്റൊരാൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡൻഷ്യൽസ് ഒക്കെ ചോർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ശ്രീ ഹരിശങ്കർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് ആളുകൾ കേൾക്കട്ടെ. തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ ബന്ധപ്പെടും. കാരണം ഇത്തരം പരാതികൾ വരുമ്പോൾ നമുക്ക് കേസുകളൊന്നും ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലും അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ സഹായകരമാവും. നമ്മൾ ഇടവേളകളിൽ ഈ സൈബർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷൻ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. താങ്ക് യു ശ്രീ ഹരിശങ്കർ. സൈബർ ഓപ്പറേഷൻ SP ആണ് ശ്രീ ഹരിശങ്കർ. ഒരു പ്രശോഭ് സൻ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു. എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ ചാനലിലുള്ള ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് ഒരു കുട്ടിയല്ല, കുറച്ച് പ്രായമുള്ള ഒരാളാണ്, ശിശിര എന്ന പേര് വീഡിയോ ചെയ്തിരുന്നു. ഞാനത് നിസ്സാരമായി കൈകാര്യം ചെയ്തു. നമ്മുടെ ശിശിര കൈകാര്യം ചെയ്ത ഒരു വീഡിയോയിൽ ഇത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ സൈബർ തട്ടിപ്പുകൾ വരിക എന്നുള്ളതിനെക്കുറിച്ച് പല വഴികളുണ്ട്. ഇപ്പോൾ ഹരിശങ്കർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്പോൾ 3 തരത്തിൽ ആ തട്ടിപ്പുകൾ വരും. ഒന്ന്, നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ദില്ലി വാലാസ് നിങ്ങളെ വിളിക്കും. അവർ ദില്ലി വാലാസ് അല്ല, അവർ കംബോഡിയ വാലാസ് ആണ്, അതല്ലെങ്കിൽ തായ്ലൻഡ് വാലാസ് ആയിരിക്കും. അപ്പം അവിടെ നിന്നൊരു കോൾ വരും. അങ്ങനെ പോലീസിൻ്റെ യൂണിഫോമിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ മട്ടുമൊക്കെ എവിടെ ഉണ്ടാവും. വിശ്വസിക്കരുത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവം ഇന്ത്യ രാജ്യത്തില്ല. നിങ്ങളുടെ അക്കൗണ്ടുകൾ ഇതാ ഫ്രീസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും. ഇന്ത്യയിൽ ഒരക്കൗണ്ടും ഫ്രീസ് ചെയ്യാൻ പോകുന്നതിന് മുന്നറിയിപ്പോട് കൂടി ഫ്രീസ് ചെയ്യില്ല. അത് EDക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ EDക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ പൈസ കൊടുത്താൽ ആ ഫ്രീസിംഗ് ഒന്നും മാറിക്കിട്ടത്തില്ല. അപ്പോൾ അതും തട്ടിപ്പാണ്. മൂന്നാമത്തത്, നിങ്ങളുടെ മക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരും. അതും വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി തരാം, ഇരട്ടിയിലധികം രൂപ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസിന്റെ പരസ്യങ്ങൾ വരും. ഒരു കാരണവശാലും ആ തട്ടിപ്പിൽ വീഴരുത്. ജിജോ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. ജിജോ, വെരി ഗുഡ് മോർണിംഗ് ജിജോ. നമസ്കാരം ജിജോ. ഇങ്ങനെ വല്ല കോളുകളും വന്നിരുന്നോ ജിജോയ്ക്ക്? ആഹാ, അത് ശരി. നമ്മുടെ നാട്ടുകാരനാണല്ലോ. എന്തു പറഞ്ഞാ വരുന്നത്? അത് ശരി. ജിജോ എന്ത് മറുപടി പറയും? ഞാനെപ്പോഴും പറയുന്നത് പിന്നെ എന്റെ പേരിൽ ഒരു കേസും ഇല്ല, അങ്ങനെയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ നേരിട്ട് തരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ജിജോ ധൈര്യപൂർവ്വം അത് നേരിട്ടു. ഏതാ? പാനിക്കൊന്നും ആയില്ല, പരിഭ്രമമൊന്നും ഉണ്ടായില്ല, ധൈര്യപൂർവ്വം നേരിട്ടു അല്ലേ? പരിഭ്രമമൊന്നും ഉണ്ടായില്ല, നേരിട്ട് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ അതെ. അപ്പൊ കുളത്തുപുഴക്കാർക്ക് പൊതുവെ ഒത്തിരി ധൈര്യം കൂടുതല ജിജോ. അപ്പൊ ആ ധൈര്യം കാണിച്ചോളൂ. താങ്ക് യു ജിജോ. താങ്ക് യു. അപ്പൊ ജിജോയെ പോലെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 112 എന്ന് പറയുന്ന ഫോൺ കോളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. 112 ഇപ്പൊ നമ്മളൊരു നമ്പർ കാണിച്ചിരുന്നു. 1930 എന്ന നമ്പറിൽ വിളിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അവിടെ ഹരിശങ്കർ SP ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും കേട്ടോ. ഹരിശങ്കർ SP. ഞാനിപ്പോ എന്റെ നാട്ടിൽ കിടക്കിട്ട് മുറിവ് പറ്റി, നാക്കിരുന്ന് എപ്പോഴും മോഡ സംസാരം. അതെ അതെ. സൈക്കോ പിന്നെ സ്ഥലങ്ങളിലാ പോയി പരിശോധന നടത്തും ഡോക്ടർമാരെ കൊണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ജിജോ. അപ്പോൾ ജിജോയെ പറഞ്ഞതുപോലെ ഫോൺ വരുമ്പോൾ സമയം ആരുടാ എന്ന് ചോദിച്ചാൽ കുന്തട എന്നങ്ങ് പറഞ്ഞേക്കണം, അത്രേ ഉള്ളൂ.
ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ടത്. ധാരാളം കോളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. നമുക്ക് കോളുകൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ ധാരാളം പ്രേക്ഷകർ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് സംപ്രേഷണം ചെയ്യാം. കാരണം മുതിർന്ന ആളുകൾ, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ അധികം പോയി തലവയ്ക്കാൻ സാധ്യതയില്ല. പക്ഷേ പ്രായമേറിയ മനുഷ്യർ അവർ പെട്ടെന്ന് ഭയന്നു പോവും. അവർ അറസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ വരെ പോലീസ് സ്റ്റേഷന് പടിവാതിൽക്ക് പോലും കയറാത്ത മനുഷ്യർ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ ഞെട്ടിപ്പോവും. അനൂപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനൂപേ, ഗുഡ് മോർണിംഗ്. അനൂപ്, ഗുഡ് മോർണിംഗ് അരുൺ. എന്റെ ഒരു ചെറിയ അനുഭവം, നമ്മുടെ ഒരു മൂന്ന് മാസമായിട്ടുള്ള നമ്മുടെ ഈ ഒരു തരത്തിലുള്ളൊരു കേസ് വരാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ മകൻ അറസ്റ്റിലായി, മകൾ അറസ്റ്റിലായി എന്ന് പറഞ്ഞത്. ഇതിന് മുന്നേ എനിക്ക് വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ OLX പല ആഡും കാണുമല്ലോ. OLX വഴി ഞാൻ ഒരു ബൈക്കിന് വേണ്ടി ഒരു അപ്ലൈ ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇന്ന ആള് ബൈക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടും എന്നിട്ട് അവർ ഇന്ന പൈസ ക്യാഷ് ആയിട്ട് തരാന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള തട്ടിപ്പിനെ വരെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിനടുത്താണ് അവർ ഇട്ടിരിക്കുന്ന രസകരമായ കാര്യം, ഒരു പട്ടാളക്കാരന്റെ ഫോട്ടോ ആണ്. ഞാനൊരു സർവിംഗ് സോൾജർ ആണ്, ഞാൻ പോസ്റ്റിംഗ് പോവാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ചെയ്തത്. ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് സർവീസ് ചെയ്യുന്നു, എയർപോർട്ടിൽ CISF വർക്ക് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് പോസ്റ്റിംഗ് പോകുന്നു, അതുകൊണ്ട് വീട്ടു സാധനങ്ങളും പ്ലസ് ഈ സാധനങ്ങളും വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഐഡിയ. എന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഞാനിവിടെ കോഴിക്കോട് അടുത്താണ്, ഒരു ഹാഫ് ആൻ അവർ സമയത്ത് വരാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് നേരിട്ട് വരാൻ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബൈക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലത്ത് എത്തിക്കാന്ന് പറഞ്ഞില്ല തട്ടിപ്പാണ് ഇപ്പം നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. OLX പോലെയുള്ള നമ്മൾ ഏഡിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ OLX നമ്മൾ ഏഡ് പോയി കഴിഞ്ഞാലും അതിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവും. അതും പബ്ലിക്കിനോട് പറയാൻ വേണ്ടി. അനൂപ് പറഞ്ഞതുപോലെ OLX പോലെയുള്ള സൈറ്റുകളിൽ കയറുമ്പോഴും അനൂപിനുണ്ടായ അനുഭവം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അതിൽ തന്നെ വ്യാജന്മാരുണ്ട്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റും, ഓൺലൈൻ വഴി പൈസ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണവശാലും പോയി വീഴരുത്. അനൂപിനെ പോലുള്ളവർ അതിനകത്ത് ജാഗ്രത പാലിച്ചതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ചതിക്കുഴികളും വലകളും ചുറ്റും ഒരുപാടുണ്ട് എന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തട്ടിപ്പുകളുടെ കരുതലോടുകൂടി തന്നെയാണ് നമ്മൾ നേരിടേണ്ടത്. നമ്മുടെ നടി അഹാന കൃഷ്ണ പറയുന്നത് കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ടെക്നോളജി അഡ്വാൻസ് ആകുന്നതോടുകൂടി പലതരം പുതിയ ഓൺലൈൻ സ്കാംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന കുറച്ച് ഓൺലൈൻ സ്കാംസ് ആണ് FedEx സ്കാം, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡിംഗ് സ്കാം, ലോൺ സ്കാം, കസ്റ്റമർ കെയർ സ്കാം, ഗിഫ്റ്റ് സ്കാം, ജോബ് സ്കാം എക്സെട്ര. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ മണി ലോസും സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ 2 സ്കാംസിലാണ്. ഫസ്റ്റ്ലി കമ്മിങ് ടു FedEx സ്കാം. മുംബൈ പോലീസ് അല്ലെങ്കിൽ കസ്റ്റംസ് തുടങ്ങിയ പോലീസ് അധികാരികളാണെന്ന പേരിൽ അൺനോൺ നമ്പേഴ്സിൽ നിന്ന് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പേരിൽ വന്ന ഒരു പാഴ്സലിൽ അനധികൃതമായ നാർക്കോട്ടിക് ഡ്രഗ്സ്, MDMA, ഫേക്ക് പാസ്പോർട്ട്സ് എന്നിവ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടെന്നും ഇപ്പം മുതൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും വെരിഫിക്കേഷന് വേണ്ടി RBIയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും പറഞ്ഞു തട്ടിപ്പുകാർ അവരുടെ ഫേക്ക് അക്കൗണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും തട്ടിയെടുക്കും. എന്നാലും റിയാലിറ്റി നിയമ നടപടികൾ സ്വീകരിക്കുന്ന പോലീസ് ഏജൻസീസ് ഒരിക്കലും ഫോണിലൂടെ പണം റിക്വസ്റ്റ് ചെയ്യത്തുമില്ല. അതുപോലെ തന്നെ വെർച്വൽ അറസ്റ്റ് എന്നൊരു സംഭവം ഇല്ല എന്നും നിങ്ങൾ എല്ലാവരും ഓർക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ ജയിൽ, ഡിജിറ്റൽ NIA, ഡിജിറ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഇങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാം ആക്ച്വലും റിയലുമാണ്. നേരിട്ട് അവർ ബന്ധപ്പെട്ടോളും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങുകയാണെങ്കിൽ. പിന്നെ അതേപോലെ ചില സൈറ്റുകൾ സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില തട്ടിപ്പുകൾ വരുന്നതായിട്ടൊരു പ്രേക്ഷകൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയൊന്നും നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നാൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 1930 നിങ്ങൾ ബന്ധപ്പെടുക. ഇത് പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുപാട് പരാതികൾ വരുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾക്കറിയാം നിങ്ങളിത് മറന്നുപോകും. വീണ്ടും ഇന്ന് വൈകുന്നേരം ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് നിങ്ങൾ അല്പം ടെൻഷൻ അടിക്കുമെന്നറിയാം. അതുകൊണ്ട് വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സുരക്ഷാർത്ഥം നമ്മൾ ഒരിക്കൽ കൂടി അത് സംപ്രേഷണം ചെയ്യും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.